നല്ല പറയും. തങ്ങളെ മൗലിദെല്ലും തങ്ങളെ പേരിൽ സ്വലാത്തെല്ലും തങ്ങളെ മദ്ഹ് ഇങ്ങനെ പാടും പറയും. കാരണം മൻ അഹബ്ബ ഷൈഅൻ, ഒരാൾ ഒരു കാര്യത്തിന് ഇഷ്ടപ്പെട്ടാൽ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്, ഉറപ്പാണ്. ഒരാളോട്, ഒരു വ്യക്തിയോട്, ഒരു വസ്തുവിനോട് ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമാണ് അയാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടമാണെങ്കിൽ തങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. റബീഉൽ അവ്വലിന്റെ 30 ദിവസവും നമ്മളെ വീട്ടിൽ മൗലിദ് നടക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ഉഷാർ വരാം. ഇൻഷാ അല്ലാഹ് അത് ഒപ്പിക്കലാവരുത്. ഒരു ദിവസമെങ്കിലും ഗ്രാൻഡായിട്ട് നടത്താം. അത് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ചെയ്താൽ മതി. ഒരു ഉസ്താദിനെ വിളിച്ചിട്ടോ ഒരു പാവത്തിനെ വിളിച്ചിട്ടോ എന്തെങ്കിലും, അത് നിങ്ങൾക്ക് കഴിവുള്ള പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ റബീഉൽ അവ്വൽ അങ്ങനെ ഒരു തരംഗാക്കി മാറ്റണം. അത് മഹബത്തിൻ്റെ ഒരടയാളമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കസറത്തു സ്വലാത്തി അലൽ ഹബീബിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിക്കും അയാൾ. കാരണം അയാൾക്ക് തങ്ങൾ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ആളെ പറയാതിരിക്കാൻ കഴിയൂല, ഉറപ്പാ. ഒരൊറ്റ സ്വലാത്തില്ലാതെ തന്നെ അയാൾക്ക് 40-ലധികം നേട്ടങ്ങൾ അള്ളാഹു കൊടുക്കുന്ന അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, വെള്ളം തീയെ കെടുത്തുന്നതിനേക്കാൾ സ്പീഡിൽ ദോഷത്തെ കെടുത്തിക്കളയുന്ന അമലാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്തിനില്ലാത്ത നേട്ടങ്ങളുണ്ടോ? സ്വലാത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണി തീർക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മഹബത്തിൻ്റെ ലോകവും അതിൻ്റെ ലെവലൊക്കെ പറയുമ്പോൾ നമുക്കത് കഴിയൂല എന്ന് തോന്നുമ്പോഴും സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് സ്വലാത്തല്ലല്ലോ. അത് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് കള്ളത്തൊരീക്കത്തുകാർ പെരുകിയിരിക്കുന്ന കാലത്ത് മുറബിയായ ഒരു ഷേഖിനെ കിട്ടാൻ പ്രയാസമായ കാലത്ത് നമുക്ക് സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതി എന്നാണ്. സ്വലാത്ത് നമ്മളെ ലെവലാക്കിക്കോളും. സ്വലാത്തില്ലെന്നവൻ പിഴക്കാതെ ജീവിക്കും. സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം. ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതമൊക്കെ കുറേ തെറ്റുകുറ്റങ്ങളിലായി, ഹറാമുകളിലായി, വേണ്ടാത്തരം ജീവിതമായി, ഞാനൊന്നും നന്നാവില്ല. ഉസ്താദെ എൻ്റെ ഒക്കെ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ ഉസ്താദ് എന്നെ അടിച്ചിട്ട് ഒരിക്കലും എന്നെ ഏറ്റെടുക്കൂല, അത്രക്കും ഞാൻ തമ്മാടിയായി ജീവിച്ചു പോയിന്, എൻ്റെ ഹറാമ് പറയാൻ കഴിയൂല, അത്രയും വേണ്ടാത്ത ഞാൻ ചെയ്തു പോയിന്, എനിക്കൊന്നും നന്നാൻ കഴിയില്ല എന്നൊരാൾ നിരാശയുടെ ലോകത്ത് പോകുന്നുണ്ടെങ്കിൽ മഹാന്മാർ അതിന് ഉത്തരം പറയുന്നുണ്ട്. മോനെ, നിന്റെ ഇന്നലകളിലെ ജീവിതത്തിനെ ശുദ്ധിയാക്കാനും വരാനിരിക്കുന്ന ജീവിതത്തിനെ നന്നാക്കാനുള്ള ഒരു വഴിയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. സ്വലാത്തിൻ്റെ ധർമ്മം മൾട്ടി ലെവലാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള ഹറാമ് പുറത്തേരുകയും ചെയ്യും, വരാനിരിക്കുന്ന കാലം വെളുപ്പിക്കുകയും ചെയ്യും. രണ്ടും കൂടി ചെയ്യും സ്വലാത്ത്. വർഷങ്ങളോടുള്ള ഹറാമുകൾ പൊറുക്കാൻ സ്വലാത്തുകൾ മതിയാവുന്ന എത്ര ആൾ സ്വലാത്ത് ഏറ്റെടുത്തിട്ട് നന്നായിട്ടുണ്ട്. അതല്ലേ ദലായിലുൽ ഖൈറാത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത്. എടാ, ഒറ്റ സ്വലാത്തല്ലുണ്ട് നിനക്ക് 40-ലധികം നേട്ടങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണെന്നറിയാം? നിന്റെ ഹറാമ് പൊറുക്കും. രണ്ടെന്താണെന്നറിയാം? നിന്റെ ഖൽബ് ശുദ്ധിയാവും. മൂന്നെന്താണെന്നറിയാം? നിന്റെ മക്കള് സ്വാലിഹീങ്ങളാവും. നാലെന്താണെന്നറിയാം? നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. 5 നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. 6 നിനക്ക് സ്വർഗം കിട്ടും. 7 നരകമോചനം ലഭിക്കും. 8 മലക്കൾ ദുആ ചെയ്യും. 9 അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. 10 നിനക്ക് നല്ല ആഫിയത്തുണ്ടാകും. ഇങ്ങനെ 40 നേട്ടങ്ങൾ ഒരൊറ്റ സ്വലാത്തിന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ നമ്മളോട് സ്നേഹത്തോടെ പറഞ്ഞത് വല്ല കിതാബ് എഴുതാനും
അല്ലെങ്കിൽ വലിയ വലിയ ഖിദ്മത്ത് എടുക്കാനൊന്നും നമ്മളെപ്പോലത്തെ ദുർബലരായ സാധാരണക്കാർക്ക് കഴിയൂല. നമുക്ക് ഏറ്റവും നല്ലത് സ്വലാത്താണ്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദ് ഡെയിലി 40,000 സ്വലാത്തില്ലെന്ന് മഹാനാ. 40,000 2 ദിവസം കൊണ്ട് 80,000, മൂന്നാമത്തെ ദിവസം 1,00,000. ഇവരൊക്കെ കോടിക്കണക്കിന് സ്വലാഹത്തിൻ്റെ പെരുമഴയായിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും വേണ്ടേ? കുറച്ചെങ്കിലും. ഷഅറാനി ഇമാമിൻ്റെ വേറൊരു ഉസ്താദ് എല്ലാ ദിവസവും 30,000 സ്വലാത്തില്ലും, മറ്റൊരു ഉസ്താദ് ഡെയിലി 10,000 സ്വലാത്തില്ലും. ഈ ഉസ്താദ്മാരൊക്കെ ഷഅറാനി ഇമാമിനോട് പറയും അത്രേ, മുത്തുനബിനെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടാൽ പോരാ മോനെ, ആവശ്യം വരുമ്പോൾ ഉണർവിൽ തന്നെ കാണാൻ ആഗ്രഹിച്ച് തങ്ങളെ ഡയറക്റ്റ് കാണണം, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തങ്ങളോട് ചോദിക്കണമെന്ന്. എന്തപ്പാ അവരൊക്കെ ലോകം. മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ അൽ മീസാനുൽ കുബ്രയിൽ ഷഅറാനി ഇമാം പറയുന്നുണ്ട്, ഓർക്ക് ആയത്തോ ഹദീസിലോ വല്ല സംശയം വന്നാൽ ഇതിപ്പോൾ ആരോടോ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സ്വപ്നത്തിലോ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ തങ്ങൾ പറയും, ആ അബൂ ഹനീഫ പറഞ്ഞത് ശരിയാണ്, കറക്റ്റാണ്. എന്നിട്ടാന്ന് ഒരു കിതാബ് ഇതല്. ഇതല്ലേ ഏതാ ലോകം? ഇതല്ലേ ഏതാ ലോകം? നോക്കിക്കൾ, നോക്കൂ നിങ്ങൾ. നമുക്ക് സ്വലാത്താണ് പിടിവള്ളി. സ്വലാത്ത് ചൊല്ലുന്ന ആളെ തർബിയത്ത് ചെയ്യാൻ റൗള നേരിട്ട് കൺട്രോളാ. എടാ മോനെ, നീ ബൈക്കിൽ പോകുമ്പോൾ കാറിൽ പോകുമ്പോൾ നിന്റെ ചുണ്ടുകളിൽ സ്വലാത്തുണ്ടോ? ചുറ്റുവട്ടത്തോ ഒരു ഹറാമും നിനക്ക് രസമായിട്ട് തോന്നൂല. അഡിക്റ്റായി പോയി ഉസ്താദെ, അഡിക്ഷനിൽ പെട്ടുപോയി ഉസ്താദെ. ഏത് അഡിക്ഷനും രക്ഷപ്പെടാൻ സ്വലാത്ത് മതി. ഇരുട്ടുള്ള മുഴുവൻ സ്ഥലവും വെളിച്ചമാക്കുന്ന ഇബാദത്താണ് സ്വലാത്ത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വെളിച്ചം വേണ്ടത് അവൻ്റെ ഖൽബാണ്. അത് ഇരുട്ടായാൽ പോയി. അല വഹയൽ ഖൽബ്. ആ ഖൽബ് നന്നാവാൻ സ്വലാത്ത് മതി. അതാണ് ഖുർആൻ പറഞ്ഞത്, അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എടോ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ദിക്റുള്ളയായ നബിയെ പറഞ്ഞാൽ നിന്റെ ഖൽബ് ശുദ്ധിയാകും. അങ്ങനെ ഒരു വ്യാഖ്യാനം ഖാളിയാൽ തങ്ങളുടെ അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ കാണാം. പിന്നെ ഒരാളുടെ സഞ്ചാര വഴിയിൽ ഏറ്റവും കൂടുതൽ ഇരുട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം, അവിടെ വെളിച്ചായിട്ടില്ലെങ്കിൽ ആകെ ഇരുട്ടിൽ തപ്പും. അതേതാ? ഖബറാണ്. അവിടെയും സ്വലാത്ത് ജീവിതത്തിൽ ഉള്ള ആളാണെങ്കിൽ ആ ഖബർ വെളിച്ചായിരിക്കും. കാരണം ഏത് ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മാ തഖൂലു ഫി ഹാദർ റജുൽ, ഇവരെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്ത് എന്ന ചോദ്യമാണ് മാനദണ്ഡം. ഇതിന് ഉത്തരം കിട്ടിയാൽ അയാൾ വിജയിക്കും. അന്നേരം ഇതാരാന്നോ, ഇതല്ലേ എൻ്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമുക്ക് പരിചയം വേണം. പിന്നെ ഉള്ള സഞ്ചാര വഴിയിൽ ഇരുട്ടുണ്ടാവാൻ സാധ്യതയുള്ളതും ഇരുട്ടായാൽ നേരെ നരകത്തിൽ വീഴുന്നതുമായ ഒരു സഞ്ചാര വഴിയാണ് സിറാത്ത് പാലം. അവിടെ ഇരുട്ടായതുകൊണ്ടാണ് ഏകദേശം 90% ജനങ്ങളും നരകത്തേക്ക് വീഴുക. കാരണം പാലം തന്നെ കാണൂല. അവരൊരുവിധം സുമാർ കാല് വെക്കുമ്പോഴാണ് ആദ്യ സ്റ്റെപ്പ് നരകത്തേക്ക് പോവുക. ഖുർത്തുബി ഇമാമിൻ്റെ തദ്കിറയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ മുന്നിൽ കയറിയ കോടിക്കണക്കിന് ആൾ നരകത്തിൽ വീഴുന്ന ശബ്ദം നീ കേൾക്കുന്നുണ്ട്, നിന്റെ വേക്കിൽ കോടിക്കണക്കിന് ആൾ കയറാനുണ്ട്, നീ എന്ത് ധൈര്യത്തിലാണ് വലത്തേക്കാല് വെക്കുക? അത് ഞാൻ പള്ളി കയറുമ്പോൾ നെരിയാണിക്ക് മേലെ പാൻറ് കൊടുക്കല്ലേ, പിന്നെ ഓഫീസ് സ്കൂള് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നെരിയാണിക്ക് പിന്നെ എന്താ മോനെ നീ പറയാ? എന്താ പറയാ? ആരെ കാണിക്കാനാ പള്ളിയിൽ കയറുമ്പോൾ നെരിയാണിക്ക് മേലെ ആക്കണത്? ആരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ജീവിക്കണത്? നമ്മൾ റസൂലുള്ളാഹിനെ ബോധ്യപ്പെടുത്തി ജീവിച്ചാൽ മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മതി. ആ സിറാത്ത് പാലത്തിൽ വെളിച്ചായിട്ട് വരുന്ന ഒരു ഇബാദത്താണ് സ്വലാത്ത്. കിതാബുകളിൽ കാണാം എന്നൊരു കിതാബുണ്ട് സ്വലാത്തിനെ കുറിച്ച്, സ്വാഹിബുൽ ഖാമൂസിന്. അതിൽ കാണാം സ്വലാത്ത് ഇല്ലെന്ന ആളെങ്ങാനും
സിറാത്ത് പാലത്തു നിന്നൊന്ന് അടിതെറ്റി അയാളുടെ ജീവിതത്തിൽ അബദ്ധം കൊണ്ട് വീഴാറാവുമ്പോൾ ഉടനെ സ്വലാത്ത് വന്നിട്ട് പിടിക്കും, എന്നിട്ട് രക്ഷപ്പെടുത്തും. അത്രേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പൊന്നാര മുഅ്മിനീങ്ങളെ, നമ്മൾ സ്വലാത്ത് ഏറ്റെടുക്കണം. ആരെയും കാണിക്കാനല്ല, ഉംറ സമ്മാനം കിട്ടാനുമല്ല, സ്റ്റാറ്റസിൽ എണ്ണ ഇടാനല്ല, നബിദിനത്തിന് ഓഫർ കിട്ടാനല്ല, എല്ലാം തങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന ഹൃദയ സ്നേഹത്തിന്. ഇൻസ്റ്റയിൽ വേണ്ട, സ്റ്റാറ്റസിലും വേണ്ട, നമ്മളെ ഹൃദയം റൗളയും തമ്മിൽ ടച്ചായിട്ടുള്ള ഒരു സ്വലാത്ത്. ആഖിറത്തിലെത്തിയിട്ട് നന്മ കുറവുള്ള ആള് 45 നന്മ 55 തിന്മയും അയാൾ പരാജയപ്പെടും. അയാളെ പരാജയപ്പെടുന്നത് ആദം നബി ദൂരത്തുനിന്ന് കാണുമ്പോൾ ആദം നബിക്ക് തന്നെ ടെൻഷനാവും, ഒരു 5ന്റെ കുറവല്ലേ ഉള്ളൂ. ആദം നബി മലക്കളോട് പറയും, അയാൾ ചെറിയൊരു കുറവല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ്. നോ. നന്മ കുറവാണെങ്കിൽ നരകത്തിൽ, തിന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ. തിന്മ കൂടുതലാണെങ്കിൽ നരകത്തിൽ, നന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിൽ. വേറെ വർത്താനമില്ല. 45 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ ചങ്ങലിട്ടിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ മലക്കൾ കൊണ്ടുപോകുന്ന കണ്ടിട്ട് ആദം നബിക്ക് കരച്ചിൽ വരും. അർശിൻ്റെ ചുവട്ടിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദം നബി ഓടിപ്പോയിട്ട് പറയും, തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളതാ റാസിയിലുണ്ട്, കസ്തല്ലാനിയിലുണ്ട്, ഒരുപാട് കിതാബുകളിലുണ്ട്. തങ്ങൾ ഇടപെടും. ഒന്നും കൂടി അളക്കോന്ന് ചോദിക്കും, നന്മയുടെ തിന്മയുടെ തട്ടിലിട്ടിട്ട്. മലക്കൾ തട്ടിപ്പൊന്നും നടത്തൂലല്ലോ, അത് അള്ളാഹു ഓർഡർ ഇടും, തങ്ങൾ പറഞ്ഞതനുസരിച്ച് സ്വീകരിക്കുക. അങ്ങനെ നന്മ കുറവ്, തിന്മ അധികം. അയാളാകെ കരയും. തങ്ങൾ ഇടപെട്ടിട്ടും എനിക്കൊന്നും രക്ഷപ്പെടാനുള്ള വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ കരയുമ്പോഴാണ് തങ്ങൾ മടിത്തട്ടിയിൽ നിന്ന് ഒരു ബത്താക്ക മോഡൽ, ഒരു ചെറിയ സിംഹഷ്ണ മോഡലുള്ള ഒരു കാട് മോഡലിൽ ഒരു സാധനം എടുത്തിട്ട് നന്മൻ്റെ തട്ടിലിടും. അതോടുകൂടി നന്മക്ക് ഭാരമാകും. സന്തോഷം കൊണ്ട് കരയും. റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്താ നബി അവിടെ ഇട്ടത്? മോൻ ചൊല്ലിയ കുറേ സ്വലാത്തൊക്കെ ഞാൻ എടുത്തു വെച്ചിന്. ആവശ്യം വരുമെന്ന് അറിയാലോ, എടുത്തു വെക്കണമെങ്കിൽ നമുക്ക് സ്വലാത്ത് ഉണ്ടാവണ്ടേ ചങ്ങായിമാരെ. ഉപ്പാക്ക് ക്യാൻസറായപ്പോൾ, ഉമ്മാമക്ക് അസുഖമായപ്പോൾ 4444 നായരസ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലി. കുറച്ചൊക്കെ അസുഖം മാറി. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അസുഖം തിരിച്ചു വന്ന് ആ അസുഖത്തിൽ മരിച്ചു. ഉമ്മാമ സ്വലാത്ത് മരിക്കൂല, അടുത്തന്നെ ഉണ്ടാവും. ഉപ്പ മരിക്കുമായിരിക്കും, സ്വലാത്ത് അവിടെ തന്നെ ഉണ്ടാവും. അത് എടുത്തു വെക്കാൻ പറ്റുന്ന കുറച്ച് സ്വലാത്ത് ആരും അറിയാത്ത ഒരെണ്ണം നമുക്ക് ഉണ്ടാവണം. റബീഉൽ അവ്വൽ പറഞ്ഞ് കഴിയുമ്പോഴേക്ക് എത്ര ചൊല്ലിത്തീർക്കുമെന്ന് ഇവിടെ പോലും പറയാതെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റൗള മാത്രം അറിയുന്ന ഒരു കൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഷുഡ് ബി കംപ്ലീറ്റഡ്, ചൊല്ലിത്തീർക്കുക. ആരും അറിയരുതത്, ആരെയും കാണിക്കരുത്. എക്സിബിഷനിസം കൂടിയ കാലത്ത് നമുക്കതൊന്നും പാടില്ല. സ്വലാത്ത് എങ്ങനെ ചെല്ലിയാലും കൂലിയുണ്ട് എന്നാണ് വർത്താനം. ശരി, കിബറും റിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹറാമിൻ്റെ കുറ്റമുണ്ട്. കിതാബു ഇബ്രീസിൽ വിശദീകരിക്കുന്നുണ്ട്. ആരെയും കാണിക്കാനല്ല ബുർദയും രീതിയെടുക്കലൊന്നും നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം. മഹബത്ത് ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അടയാളം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താം. ആൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഭയങ്കര പൂതിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഉംറക്ക് പോകുന്നത് കൊണ്ട് ഞാൻ കാണാൻ വേണ്ടി പോയി. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കാര്യം ഉസ്താദിനോട് പറയാനുണ്ട്. ഞാൻ ചെന്ന ഉസ്താദ് നോ പറയരുത്. ഞാൻ പറയൂ. ഞാൻ മദീനയിൽ പോയാൽ എന്താ കൂടുതൽ ചെയ്യേണ്ടത്? ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു.